ഹലോ മച്ചന്മാരെ, എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി അരങ്ങ് വാഴുകയാണ് ഫസ്റ്റ് ഹാഫിൽ എന്ന് തന്നെ പറയാം. കൊടുമൺ പോറ്റിയുടെ നിഗൂഢതകൾ തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസും. അതെ, ഇത് നിഗൂഢതകൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അർജുന അശോകൻ അമ്മാതിരി പെർഫോമൻസ് ആണ് എന്നുള്ളതാണ്. പതിഞ്ഞ താളത്തിൽ തന്നെയാണ് സിനിമ തുടങ്ങിയതെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത പെർഫോമൻസും ഒരു രക്ഷയും ഇല്ലാത്ത മൂഡുമാണ് സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിന് താരതമ്യേന ദൈർഘ്യം കൂടുതലാണ്. ഇതിൽ കൊടുമൺ പോറ്റിയായി മമ്മൂട്ടി എത്തുമ്പോൾ വീണ്ടും നമ്മളെ ഞെട്ടിക്കുക തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത്. അതെ, ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ മമ്മൂട്ടി ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, ഇത് ഒരു രക്ഷയുമില്ല, കരിയർ ബെസ്റ്റ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫ് ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. കണ്ട് നോക്ക് മോനെ എന്നേ പറയാനുള്ളൂ. ഇവിടെ പലരും ആ ഒരു കാര്യങ്ങളായിട്ട് സംശയം പ്രകടിച്ചു വരുമ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് കഴിയാറാകുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും ഒരു വമ്പൻ ഹിറ്റ് പിറക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് നൽകുന്ന പ്രതീക്ഷ അത് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് അതേ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇതിന് ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ സിനിമയുടെ ഇനീഷ്യലി ഉള്ള തുടക്കത്തിൽ അങ്ങനെ തന്നെ ഇനീഷ്യലി ഉള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന സെക്കൻഡ് ഹാഫ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തന്നെ വന്നേ പറ്റൂ എന്നുള്ളതാണ്. അതുകൂടി എത്തുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് മറ്റൊരു വമ്പൻ ഹിറ്റ് എന്നുള്ള ഒരു സിനിമയായിരിക്കും. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന ഈ ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന് പലർക്കും തോന്നുമെങ്കിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ചരിത തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കണ്ടറിയാം നമുക്ക് കാര്യങ്ങൾ. ഇനിയും സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിവ്യൂവും കാര്യങ്ങളും ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.